നമസ്കാരം. ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹെമിഫേഷ്യൽ സ്പാസം എന്ന രോഗത്തെക്കുറിച്ചാണ്. ചില ആളുകൾ നമ്മളെ കാണാൻ വരുമ്പോൾ അവരുടെ ഒരു കംപ്ലൈൻറ്റ്, അവരുടെ ഒരു കണ്ണ് അടഞ്ഞു പോകുന്നു. ചിലപ്പോഴൊക്കെ ഈ കണ്ണടയുന്നതിൻ്റെ ഒപ്പം മുഖം ഒരു വശത്തേക്ക് കോടിപ്പോകും. ഈ പടത്തിലേക്ക് നോക്കിയാൽ ഈ കണ്ണ് അടയുന്നു, അതിൻ്റെ ഒപ്പം മുഖത്തിൻ്റെ ഒരു വശത്തേക്ക് കോടിയിരിക്കുന്നതായി കാണാം. ഇത് ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്യാം. ഇപ്പം എൻ്റെ മുഖത്തേക്ക് നോക്കുക, ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത് പോലെ. ചില ആൾക്കാർക്ക് ഇത് തുടർച്ചയായി ഇങ്ങനെ തന്നെ ഡീവിയേറ്റ് ചെയ്തിരിക്കും. മുഖത്തിൻ്റെ ഒരു വശത്തേക്ക് കോടിപ്പോവുകയും അതിൻ്റെ ഒപ്പം കണ്ണുകൾ ഇങ്ങനെ അടയുകയും ചെയ്യുന്നതിനാണ് ഹെമിഫേഷ്യൽ സ്പാസം എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്തിൻ്റെ മസിലുകളുടെ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നത് ഫേഷ്യൽ നെർവാണ്. തലച്ചോറിൽ നിന്ന് വരുന്ന പല ഞരമ്പുകളിൽ 7ാമത്തെ ഞരമ്പാണ് ഫേഷ്യൽ നെർവ്. തലച്ചോറിൻ്റെ ഉള്ളിലെ ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന്, അവിടെ തന്നെ പോൺസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഞരമ്പ് പുറത്തേക്ക് വരുന്നത്. തലച്ചോറിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ചതിന് ശേഷം അത് ചെവിയുടെ മുൻഭാഗത്തായി മുഖത്തേക്ക് ഇറങ്ങും. ഈ ഞരമ്പിന് വരുന്ന ഡാമേജാണ് ഹെമിഫേഷ്യൽ സ്പാസത്തിലേക്ക് വഴിവെക്കുന്നത്. എന്തൊക്കെ തരത്തിലാണ് ഹെമിഫേഷ്യൽ സ്പാസം ഉള്ളത്? ഒന്നാമത് പ്രൈമറി അല്ലെങ്കിൽ ക്ലാസിക്കൽ ഹെമിഫേഷ്യൽ സ്പാസം. രണ്ടാമത്തേതാണ് സെക്കൻഡറി ഹെമിഫേഷ്യൽ സ്പാസം. പ്രൈമറി അല്ലെങ്കിൽ ക്ലാസിക്കൽ ഹെമിഫേഷ്യൽ സ്പാസം എന്ന് വെച്ചാൽ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഞരമ്പ്, അത് ഈ പോൺസ് എന്ന് പറയുന്ന സ്ഥലത്തിന് അടുത്തായി, അവിടെ ചില രക്തക്കുഴലുകൾ വന്ന് ഞരമ്പിനിട്ട് തട്ടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഈ കോടലിനെയാണ് പ്രൈമറി ഹെമിഫേഷ്യൽ സ്പാസം എന്ന് വിളിക്കുന്നത്. ഞരമ്പുകൾ സാധാരണഗതിയിൽ അനങ്ങാതെ നിൽക്കും. എന്നാൽ രക്തയോട്ടമുള്ള രക്തക്കുഴലുകൾ അനങ്ങുന്നത് കൊണ്ട് ഈ ഞരമ്പിനിട്ട് ഇടയ്ക്ക് വന്ന് തട്ടും. ചിലപ്പോഴൊക്കെ കുരുങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ബ്ലഡ് വെസലിൻ്റെ കോണ്ടാക്റ്റ് കൊണ്ട് ഹെമിഫേഷ്യൽ സ്പാസം ഉണ്ടാകുന്നത്. സെക്കൻഡറി ഹെമിഫേഷ്യൽ സ്പാസം എന്ന് പറഞ്ഞാൽ അവിടെ രക്തക്കുഴലല്ല എന്ന് മാത്രം. ട്യൂമറുകളാകാം. ചിലപ്പോഴൊക്കെ മുമ്പ് ബെൽസ് പാൽസി അല്ലെങ്കിൽ ഫേഷ്യൽ നെർവിൻ്റെ ഡാമേജ് വന്നവർക്ക് കാലക്രമേണ ഹെമിഫേഷ്യൽ സ്പാസം വരാം. അപകടങ്ങളിലോ മറ്റും ഈ എല്ലുകൾക്ക് പൊട്ടൽ വരുമ്പോൾ ഞരമ്പിന് ഡാമേജ് ഉണ്ടായതിന് ശേഷം വരുന്ന ഇങ്ങനെയുള്ള എല്ലാത്തിനെയും കൂട്ടിച്ചേർത്താണ് സെക്കൻഡറി ഹെമിഫേഷ്യൽ സ്പാസം എന്ന് പറയുന്നത്. പ്രൈമറി ഹെമിഫേഷ്യൽ സ്പാസമാണ് കൂടുതലും കോമൺ. രോഗലക്ഷണം കൊണ്ട് തന്നെ ഇത് ഹെമിഫേഷ്യൽ സ്പാസമാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പരിശോധനകൾ എങ്ങനെയാണ്? പ്രധാനപ്പെട്ട പരിശോധന തലയുടെ MRI ആണ്. അത് ചില സ്പെഷ്യൽ സീക്വൻസുകൾ, സിസ് 3D എന്നൊക്കെ പറഞ്ഞുള്ള, ചിലപ്പോഴൊക്കെ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ, ഞരമ്പിൽ തട്ടുന്ന രീതിയിൽ ട്യൂമറോ രക്തക്കുഴലുകളോ വല്ലതും ഉണ്ടോ എന്നത് നമ്മൾ നോക്കും. ഇത് എന്ത് കാരണത്താൽ എന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൻ്റെ ചികിത്സയിലേക്ക് കടക്കും. എങ്ങനെയാണ് ഹെമിഫേഷ്യൽ സ്പാസം ചികിത്സിക്കുക? പ്രധാനപ്പെട്ട പ്രശ്നം, മരുന്നുകൾ ഇതിന് കാര്യമായി ഗുണം ചെയ്യുകയില്ല. അപസ്മാരമുള്ള രോഗികൾക്ക് കൊടുക്കുന്ന ചില മരുന്നുകൾ, കാർബമസെപ്പിൻ, ഓക്സ്കാർബോസെപ്പിൻ, ഗാബാപെൻറ്റിൻ, ബാക്ലോഫെൻ എന്നൊക്കെയുള്ള ചില മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കും. ചെറിയ ശതമാനം ആൾക്കാർക്ക്, ഒരു 30% ആൾക്കാർക്കൊക്കെ ഈ ഹെമിഫേഷ്യൽ സ്പാസത്തിൽ കുറവ് വന്നേക്കാം. പൂർണ്ണമായി മാറുക ബുദ്ധിമുട്ടാണ്. മരുന്നുകളെ മാറ്റി നിർത്തിയാൽ ഈ രോഗലക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല ചികിത്സ ബോട്ടുലിനം ടോക്സിനാണ്. മസിലുകളുടെ പ്രവർത്തനത്തിനെ കുറയ്ക്കുന്നതിന് മസിലിലേക്ക് കുത്തിവെക്കുന്ന ഒരു ടോക്സിനാണ് ബോട്ടുലിനം ടോക്സിൻ. കൂടുതലായി പ്രവർത്തിക്കുന്ന കണ്ണിന് ചുറ്റുമുള്ള മസിലുകൾ, മുഖത്തിൻ്റെ വശത്തുള്ള മസിലുകളിലേക്ക് നമ്മൾ ഈ ബോട്ടുലിനം ടോക്സിൻ അതിൻ്റെ ചെറിയ ഡോസിൽ കുത്തിവെക്കും. കുത്തിവെക്കുന്നതോടെ മസിലിൻ്റെ പ്രവർത്തനം കുറച്ച് കുറയുകയും ഹെമിഫേഷ്യൽ സ്പാസം
ശമിക്കുകയും ചെയ്യും. ഒരേ ഒരു പ്രശ്നം, ഒരു 3 മുതൽ 6 മാസം വരെയൊക്കെ ഇതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. ടോക്സിൻ്റെ എഫക്റ്റ് മാറിപ്പോയി കഴിയുമ്പോൾ വീണ്ടും ഹെമിഫേഷ്യൽ സ്പാസം പഴയപടി വരും. അപ്പോൾ കുത്തിവെപ്പ് വീണ്ടും എടുക്കേണ്ടി വരും. പൂർണ്ണമായും ഹെമിഫേഷ്യൽ സ്പാസം മാറിപ്പോകുന്ന ബോട്ടുലിനം ടോക്സിനൊക്കെ കൊടുത്തതിന് ശേഷം ഫലിക്കാത്ത ചുരുക്കം ചില രോഗികളിലാണ് നമ്മൾ മൈക്രോ വാസ്കുലാർ ഡീകംപ്രഷൻ സർജറിയിലേക്ക് പോവുക. തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന ഞരമ്പിൽ കുടുങ്ങിക്കിടക്കുന്ന രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ഞരമ്പിൽ തട്ടുന്ന ട്യൂമറുകൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നതിനെയാണ് മൈക്രോ വാസ്കുലാർ ഡീകംപ്രഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു ഡെഫിനിറ്റീവ് പ്രൊസീജിയറാണ്. 80 മുതൽ 90% വരെ രോഗികൾക്ക് നമ്മൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായ ശമനം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും മുഖത്തിന് കോടൽ, ഇടയ്ക്കിടയ്ക്കുള്ള വെട്ടൽ ഉണ്ടെങ്കിൽ അത് ഹെമിഫേഷ്യൽ സ്പാസം ആകാം എന്ന് തിരിച്ചറിയുക. അതിന് വേണ്ട ചികിത്സ തേടുക. നന്ദി.